ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മൈ ചാനൽ മൈ ഡേയ്സ് 3.0. ഇന്നത്തെ റെസിപ്പി അവലും എള്ളും വിളയിച്ചതാണ് കേട്ടോ. ഈ റെസിപ്പിയിൽ നമ്മൾ അവല്, എള്ള്, ശർക്കര, ജീരകം, ചുക്കുപൊടി എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ദഹനം കൂട്ടുന്നതിനും നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നതിനും രക്തത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതിനൊക്കെ വളരെ സഹായകരമാണ്. അപ്പോൾ ഇതുപോലെയുള്ള വിഭവങ്ങൾ നമ്മൾ ഈ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പണ്ട് വ്യാപകമായിട്ട് എള്ള് കൃഷി ചെയ്തിരുന്ന കാലത്ത് എള്ളും അരിയും വറുത്ത് കഴിക്കലൊരു പ്രധാന വിഭവമായിരുന്നു. മധുരം കൂട്ടിയിട്ടോ കൂട്ടാതെയൊക്കെ കഴിക്കാമല്ലോ. ഇന്നിപ്പോൾ പക്ഷേ ഈ കടല, അതായത് കപ്പലണ്ടി, നാളികേരം, അങ്ങനെ പല സ്പൈസസ് ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. എള്ളും അവലും 1/4 കപ്പാണ്. എള്ളിൻ്റെ അളവ് കുറച്ച് കൂട്ടിയെടുക്കണം, നല്ലതാണ്. നാളികേരം ചിരകിയത് 3/4 കപ്പ്, കടല 1 കപ്പ്, അതായത് കപ്പലണ്ടി, ശർക്കര 2 അച്ചാണ് എടുത്തത്, 1 ടീസ്പൂൺ ജീരകം, 3/4 ടീസ്പൂൺ ചുക്കുപൊടി, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ. ചൂടായ പാനിലേക്ക് 1/4 കപ്പ് അവലിട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. 1 കപ്പ് കടല കൂടെ വറുത്തെടുക്കുന്നുണ്ട്. നന്നായി ക്ലീൻ ചെയ്ത മണൽ ചൂടാക്കിയാണ് കടല വറുത്തത്. അവലിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ പാകമായി കഴിഞ്ഞാൽ അങ്ങനെ പൊടിഞ്ഞ് കിട്ടണം. അതന്നെ കൈ പിടിച്ച് ഞരടി വയ്ക്കിയാൽ പൊടിയാണ്. കളർ മാറണ വരെയൊന്നും ഇളക്കി കൊടുക്കണ്ട കേട്ടോ, ചൂടാക്കി എടുക്കണ്ട. സാധാരണ ഈ അരിയിട്ട് വറുക്കണതിന് പകരം ഇപ്പോൾ നമ്മൾ അവലിട്ട് വറുക്കണമെന്ന് മാത്രം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് മട്ട അവൽ തന്നെ എടുക്കണം കേട്ടോ. അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണമായിട്ട്. അവൽ പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി 1/4 കപ്പ് എള്ള് ചേർത്ത് കൊടുക്കുക. അത് ചൂടാക്കിയെടുക്കുക. എള്ള് കഴുകി അരിച്ചുണക്കിയെടുത്തതാണ്. മീഡിയം ഫ്ലെയിമിൽ കൈവിടാതെ ഇളക്കണം. വറവ് പാകമായി തുടങ്ങുമ്പോൾ എള്ള് പൊട്ടിത്തുടങ്ങും. കടല വറുത്ത് റെഡിയാവാൻ അത്യാവശ്യം സമയം എടുക്കും കേട്ടോ. അതിൻ്റെ തോലിനി കളഞ്ഞ് വയ്ക്കണം. 2 അച്ച് ശർക്കര, 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാനിയാക്കി എടുക്കാം. കുറച്ച് കടല ബാക്കിയുണ്ട്, അത് അപ്പുറത്തെ അടുപ്പത്ത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ശർക്കര ഉരുക്കുമ്പോൾ. 1 ടീസ്പൂൺ ജീരകവും 3/4 ടീസ്പൂൺ ചുക്കും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പൊടിച്ചെടുക്കാം. ശർക്കരപ്പാൻ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കി നാളികേരം ചിരകിയത് നമുക്ക് ചൂടാക്കിയെടുക്കാം. കളറൊന്ന് മാറ്റാം കേട്ടോ. കുറച്ച് ദിവസം വയ്ക്കാനാണെങ്കിൽ ഈ കണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും അത്യാവശ്യം നന്നായിട്ട് ചൂടാക്കണം. ഞാൻ 2-3 ദിവസത്തിന് ഉണ്ടാക്കുന്നുള്ളൂ. ശർക്കരപ്പാവ് പാനിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട്. അവൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നാളികേരം വറുത്തത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി എള്ള് വറുത്തത് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച പൊടികളെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരപ്പാവ് മിക്സിലേക്ക് ഈ പൊടികളും കൂടി അങ്ങോട്ട് ചേർത്ത് ഇളക്കിയപ്പോൾ ആഹാ, എന്ത് നല്ല മണം. കുക്കിങ്ങിലെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ നമ്മൾ ഈ പീനട്ട്, അതായത് കടല ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് ഇളക്കാം. വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്ത് ഇടാം കേട്ടോ. ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ടുള്ളത്. ഫൈനലായിട്ട് എല്ലാം നന്നായി യോജിപ്പിച്ച് കൊടുക്കണം. ഇതുണ്ടാക്കി കഴിക്കാത്തവരെല്ലാവരും തന്നെ എന്തായാലും ഇതുണ്ടാക്കി കഴിക്കണം കേട്ടോ. കർക്കിടക മാസവും അങ്ങനെ നോക്കണ്ട, ഏത് മാസത്തിലായാലും ഇതുണ്ടാക്കി കഴിക്കാം. നല്ല ഹെൽത്തിയാണ്, നല്ല ന്യൂട്രീഷ്യസ്, നല്ല പോഷക ഗുണങ്ങളും അല്ലാണ്ട് നല്ല സ്വാദുണ്ട് കേട്ടോ. താങ്ക് യു, ബൈ.